മൗത്ത് ബ്രീത്തിങ് ഉള്ള കുട്ടികളുടെ പേരൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടോപ്പിക്. ഞാൻ ഡോക്ടർ ബിനി കെ ഐസക് ഫ്രം ക്രാഫ്റ്റ് ആൻഡ് ക്ലിനിക്. മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ട ഒരു ടോപ്പിക്കല്ല. അത് വളരെ സീരിയസ് ആയി തന്നെ കാണണം. കാരണം ഒരു കുട്ടിയുടെ മേളിലത്തെയും താഴത്തെയും താടയലിൻ്റെ വളർച്ചേനെ അത് കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു ഹാബിറ്റാണത്. എന്തൊരു ഹാബിറ്റാണെങ്കിലും നമുക്ക് 10 ഇയേഴ്സിന് മുമ്പ് ഈ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, കുട്ടി വായിലൂടെയാണ് ശ്വാസം വലിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഭയങ്കര ഇറഗുലർ ആയിരിക്കും. ഒരു പ്രോപ്പർ പൊസിഷനിൽ സ്റ്റേ ചെയ്ത് അവർ കിടന്നുറങ്ങില്ല. പിന്നീട് എപ്പോഴും വാ തുറന്ന് ശ്വാസം വലിക്കുന്ന കാരണം മുമ്പിലത്തെ പല്ലുകളിലെല്ലാം അഴുക്ക് പെട്ടെന്ന് അടിഞ്ഞു കൂടുന്നതായി കാണാൻ പറ്റും. പിന്നെ ഓവർ സൈസ്ഡ് അല്ലെങ്കിൽ അണ്ടർ സൈസ്ഡ് ജോ, കീഴ് താടിയലിന് അല്ലെങ്കിൽ മേൽ താടിയലിൻ്റെ വളർച്ച കൂടുതൽ അല്ലെങ്കിൽ വളർച്ച കുറവ് ഇങ്ങനത്തെ എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു ENT കൺസൾട്ട് ചെയ്യണം. ENT കൺസൾട്ട് ചെയ്തിട്ട് എയർവേ ബ്ലോക്കേജസ് ഒന്നും ഇല്ല, അതായത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, അഡിനോയിഡ്സ്, അലർജിക് സൈൻസ് സിംറ്റംസ് ഇതൊന്നും ഇല്ല എന്നുള്ളതിന് നമുക്കൊരു ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഒരു പ്രോപ്പറായിട്ടൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ എടുക്കേണ്ടത് അതനുസരിച്ച് ഫോളോ ചെയ്താൽ ഇത് ഈസി ആയിട്ട് മാറ്റാവുന്നതും ജോ കറക്ഷൻസ് അടക്കം കറക്റ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ളൊരു ഹാബിറ്റാണ്. താങ്ക് യു.